ഹലോ ഫാമിലി, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചിട്ട് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മോപ്പാണ്, UPC ഫ്ലാറ്റ് മോപ്പ്. അതായത് ഞാൻ കുറച്ച് ദിവസമായിട്ട് മോപ്പ് വാങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നല്ലോ ആമസോണിൽ, അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയതാണിത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഞാനൊരു കത്രിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ടത് കട്ട് ചെയ്യാൻ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ടാണ് മറ്റേ കൈ കൊണ്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള പ്രോഡക്റ്റ്സ് നിങ്ങളെ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെയാണ് ആ പാക്കേജ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല ക്യൂട്ടൊരു ബക്കറ്റൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിയ റേറ്റൊന്നും ആയിട്ടില്ല എനിക്ക്. ഇതാണ് ഇതിൻ്റെ പേര്, മൈക്രോ ഫൈബർ ഫ്ലാറ്റ് മോപ്പ്. ഇതാണ് ഇതിൻ്റെ അകംവശം കാണുന്നത്. അകംവശത്ത് രണ്ട് ചേമ്പറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഹാൻഡിൽ നമുക്കിത് ക്യാരി ചെയ്തുകൊണ്ടൊക്കെ പോകാം. അപ്പം ഞാൻ ഹാൻഡിലൊക്കെ നോക്കിയിരിക്കുന്നെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യണമെന്നാണ് ഈ കറക്കി ഞാൻ നോക്കണം. ഇപ്പോൾ പ്ലാസ്റ്റിക് വരുന്നത് പൂർണ്ണമായിട്ട് മാറ്റി അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു. 2 ക്ലിപ്പ് 2 സൈഡിലുണ്ട്. ആ സൈഡിൽ 2 ക്ലിപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മേളിലത്തെ ടോപ്പ് ഏരിയ നമുക്കെടുത്ത് മാറ്റാം. അപ്പോൾ അതിൻ്റെ അകത്താണ് അവരിതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ താഴെ വരുന്ന മോപ്പ്. അത് മൈക്രോ ഫൈബറാണ്. പിന്നെ അതിൻ്റെ 2 എണ്ണം, അതിലൊരെണ്ണം ഫിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ 2 എണ്ണം നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ റോഡാണ് വരുന്നത്. ആ റോഡ് കണ്ടോ 4 പീസായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ കണക്ട് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആ ബോക്സിലുണ്ടായിരുന്നത്. ഒരു മോപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ എക്സ്ട്രാ പീസസ് ഉണ്ടായിരുന്നു. ഇത് മോപ്പാണ്, അത് മൈക്രോ ഫൈബറാണ്. മൈക്രോ ഫൈബറിൻ്റെ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തത് ഇതുണ്ടോ, റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് മറ്റേ എക്സ്ട്രാ ഉള്ളത് ഇത് വളരെ മോശമാകുമ്പോൾ നമുക്ക് മാറ്റിയിട്ട് ഇതെടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് മൈക്രോ ഫൈബറിൻ്റെ യൂസ് ചെയ്തുകൊണ്ടാണ് അത് തന്നെ ഞാൻ മേടിച്ചത്. വളരെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ് ഈ സാധനം. പിന്നെ ഇത് 4 റോഡുണ്ട്, നമുക്ക് കണക്ട് ചെയ്തെടുക്കണം. അതിലിങ്ങനെ അത് കണക്ട് ചെയ്യാനുള്ള അത് നമ്മൾ മുറുക്കി 4 എണ്ണം ഇങ്ങനെ കറക്റ്റ് ലെങ്ത്തിലെടുക്കാം. ഞാൻ ആ മോപ്പ് ഉൾപ്പെടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിന് 2 ചേമ്പേഴ്സാണ് ഉള്ളത്. അതായത് ചേമ്പറിൽ ഒരൊറ്റ ചേമ്പറിൽ 2 എണ്ണമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇതെന്ന് പറയുന്നത് നമുക്ക് വെള്ളം ഡ്രൈ ആക്കുന്നത്. ആദ്യം ഈ കാണുന്നതാണ് നമ്മൾ വെള്ളത്തിൽ മുക്കാനായിട്ട് എടുക്കുന്നത്. ഇതിൽ കൂടി നമ്മൾ പൈപ്പിൻ്റെ ഭാഗം വരുന്നിടത്തൂടെ താഴോട്ട് വെള്ളത്തിലേക്ക് മുക്കണം. അവിടെ നിന്നെടുത്ത് ഇപ്പുറത്തോട്ടിട്ടിട്ട് അത് ഡ്രൈ ആക്കി മേളോട്ടെടുക്കാൻ പറ്റും. നമ്മൾ കൈ കൊണ്ട് കുത്തിപ്പിഴിയൊന്നും വേണ്ട, പിഴിഞ്ഞെടുക്കണം. ഞാൻ കാണിച്ചു തരാവേ. ഇതിലേക്കാണ് വെള്ളത്തിലേക്ക് നമ്മൾ ഇടുന്നു. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ചേമ്പറിലോട്ടിട്ടിട്ട് നമ്മൾ ഈ മോപ്പൊന്ന് ഡ്രൈ ആക്കുക. ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് പിഴിഞ്ഞെടുക്കത്തില്ലേ നമ്മൾ തുണിയൊക്കെ തുടയ്ക്കുമ്പം, അതുപോലെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. ആ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് മോപ്പ് ചെയ്യാൻ തുടങ്ങാം. ഇനി 2 ദിവസം ഭയങ്കര മോപ്പിങ്ങൊക്കെ ആയിരിക്കും ഞാൻ. കാരണം ആദ്യമായിട്ടൊരു സാധനം കിട്ടുമ്പോൾ പിന്നെ ഭയങ്കര അങ്ങനെ ആണല്ലോ നമ്മൾ. പിന്നെയും നമുക്ക് അടുത്ത പ്രാവശ്യം പിന്നെയും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാമെന്നാണ് ഞാനത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലൊരിതുണ്ട്. വെള്ളമെല്ലാം നമുക്ക് തിരിച്ചൊന്നും എടുത്ത് കളയണ്ട. നമുക്കത് ഊരി കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേർട്ട് വാട്ടറൊക്കെ അങ്ങ് പൊക്കോളും. നമ്മളത് തിരിച്ച് കമത്തി എടുക്കുകയൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അവർ ഇൻസ്ട്രക്ഷനായിട്ടൊരു പേപ്പറൊക്കെ തന്നിട്ടുണ്ട്. അതിൽ നോക്കി നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. ഇതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളതും ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ള കൃത്യമായ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട് കേട്ടോ, ഇതൊന്നും വലിയ കാര്യമായിട്ട് ഇതൊന്നും നോക്കാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം നമ്മളിതിന് മുമ്പും മോപ്പ് ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെയാണല്ലോ. അതുകൊണ്ട് നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളെങ്കിൽ ഞാനതൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.